കുഞ്ഞ് എപ്പം നടക്കാൻ തുടങ്ങും, എപ്പോൾ സംസാരിച്ചു തുടങ്ങും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് നോക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സാമൂഹികവും മാനസികവുമായ വളർച്ച. ന്യൂബോൺ ബേബീസിൻ്റെ 6 ബേസിക് ഇമോഷൻസ് തിരിച്ചറിയാനുള്ള അമ്മമാരുടെ കഴിവിനെ പറ്റി 2023 ഒരു സ്റ്റഡി നടത്തി. ഈ സ്റ്റഡിയിൽ നിന്നും അവർ പ്രധാനമായിട്ട് കണ്ടെത്തിയത് ന്യൂബോൺ ടൈമിൽ കുഞ്ഞിൻ്റെ മുഖത്തെ ഹാപ്പിനെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞ അമ്മമാർക്കാണ് അവരുടെ കുട്ടിയുടെ പിന്നീടുള്ള വളർച്ചയിൽ, അതായത് 5 മുതൽ 6 മാസം പ്രായമായപ്പോഴേക്കും കുട്ടിയുടെ ഇമോഷൻസിനും കുട്ടി കാണിക്കുന്ന സൈൻസ് ആൻഡ് സിഗ്നൽസിനും ഒക്കെ ക്വിക്കായിട്ടും വാമായിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയത്. അതായത് കുട്ടിയുടെ ബേസിക് നീഡ്സ് ഒക്കെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയത് അവർക്കാണ്. കുഞ്ഞിന്റെ ഇമോഷൻസ് പാരൻസ് എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുട്ടിയുടെ സോഷ്യൽ, ഇമോഷണൽ, ബ്രെയിൻ ഡെവലപ്മെന്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പാരന്റിങ്ങിനെയും അഫക്റ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോ ഏജിലും ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, എപ്പോഴാണ് പാരൻസ് അതിനെപ്പറ്റി കൂടുതൽ കൺസേൺ ആവേണ്ടത്, അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്വന്തം വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനോട് കറക്റ്റായിട്ട് പ്രതികരിക്കാനും അവരെ മനസ്സിലാക്കാനുള്ള കഴിവും ഇതിൽ വരും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വയസ്സായ ഒരു കുട്ടി, അതിന് ടോയ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആ കുട്ടി നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് കരയുന്നതിന് പകരം അമ്മയുടെ സഹായം തേടുകയാണ്. അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് അവൻ്റെ തന്നെ ഫീലിങ്സ് മനസ്സിലാക്കാനും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. മുതിർന്നവരായിട്ടും മറ്റു കുട്ടികളുമായിട്ടൊക്കെ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നിലനിർത്താനുള്ള കഴിവാണിത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിയാലോ. ഒരാളുടെ ജീവിതകാലം മുഴുവനുള്ള മാനസികാരോഗ്യത്തിനും പഠനത്തിനും എല്ലാം സഹായിക്കുന്ന സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെന്റ്, സോഷ്യൽ അവെയർനെസ് മുതലായ സ്കിൽസിന്റെ എല്ലാം അടിസ്ഥാനമാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ എന്തൊക്കെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്ന് നോക്കാം. ഫസ്റ്റ് 0 to 3 months വരെയുള്ള കുഞ്ഞുങ്ങളിൽ എങ്ങനെയായിരിക്കാം നോക്കാം. ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ണുകൾ വലുതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൾ റൗണ്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒക്കെ ആയിരിക്കാം. ആദ്യത്തെ 2 മാസങ്ങൾ നമ്മൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാതെ വെറുതെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരു സ്മൈല് വരുന്നത്. പക്ഷെ ഇതൊരു ഇമോഷൻ അല്ല, മറിച്ച് ഇത് ബേബിയുടെ ബ്രെയിൻ സ്റ്റം റിഫ്ലെക്സ് ആണ്. എന്നാൽ ഒരു 2 മാസം ആകുമ്പോഴേക്കും, അതായത് ഒരു 6 week ആകുമ്പോഴേക്കും തന്നെ അതൊരു റിയൽ സ്മൈലായിട്ട് മാറും. അതായത് അമ്മ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് റിയൽ ആയിട്ട് തിരിച്ചു സ്മൈൽ ചെയ്ത് തുടങ്ങും. പിന്നെ ആദ്യം 3 മാസങ്ങളിൽ കാണുന്ന മറ്റൊന്നാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് പരിചയമുള്ള ഒരാള് കയ്യിലെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാമാവുന്നത് അതുകൊണ്ടാണ്. അതായത് അമ്മയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഞാൻ സേഫ് ആണെന്നുള്ള ആ ഒരു വിശ്വാസം. ആദ്യം 3 മാസങ്ങളിൽ തന്നെ ആരംഭിക്കേണ്ട മറ്റൊന്നാണ് സോഷ്യൽ എൻഗേജ്മെന്റ്. അതായത് കുഞ്ഞിനോട് സംസാരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കുക, ചിരിക്കുക, അവരെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നിവ. പിന്നീട് 4 to 6 months ആകുമ്പോഴേക്കും കുട്ടികൾ കൂടുതൽ സോഷ്യൽ ആവാൻ തുടങ്ങും. ഫാമിലി മെമ്പേഴ്സിന്റെ മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. പരിചയമില്ലാത്തവരെ കണ്ട് അവരെ ശ്രദ്ധയോടെ നോക്കും. ഉച്ചത്തിൽ ചിരിക്കാനും ആളുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് തിരിച്ചറിയാനും തുടങ്ങും. പിന്നെ ഒരു 7 മാസം മുതൽ 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിന് ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധം ആഴത്തിൽ രൂപപ്പെടുന്നു. ഈ ടൈമില് കുഞ്ഞ് പ്രൈമറി കെയർ ഗീവേഴ്സിനോട് ഒരു സ്ട്രോങ് ബോണ്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഏജിൽ ഉണ്ടാവുന്ന മറ്റൊന്നാണ് സ്ട്രോങ് ഫിയർ. കുഞ്ഞുങ്ങള് പരിചയമില്ലാത്തവരെ കണ്ടാൽ ഒരു പേടി പോലെ കാണിക്കും. ഇതൊരു ഹെൽത്തി ഡെവലപ്മെന്റൽ സൈൻ ആണ്. ഇനി അടുത്തതാണ് സെപ്പറേഷൻ ആൻസൈറ്റി. അതായത് അമ്മയൊന്നും മാറി നിൽക്കുമ്പോഴോ അമ്മ ഇല്ലാത്തപ്പോഴോ അമ്മനെ കാണാതിരിക്കുമ്പോഴോ ഒക്കെ കുഞ്ഞ് ആശങ്കപ്പെടുന്നത്. ഇതിന്റെ മീനിങ് കുഞ്ഞ് നിങ്ങളോട് സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. അടുത്തതാണ് ഇഷ്ടപ്പെട്ട ആളുകളോടുള്ള പ്രിഫറൻസ്. ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ കുട്ടിക്ക് അതിലേതാണ് തൻ്റെ ആളുകളെന്ന് കറക്റ്റായിട്ട് ഈ ഒരു ഏജ് ആകുമ്പോഴേക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഏജിൽ ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊന്നാണ് എമ്പതി. മറ്റൊരു കുട്ടിയോ മറ്റൊരാളോ കരയുകയോ വേദനിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ കുട്ടിയും കരയാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് എമ്പതി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സൈനാണ്. അടുത്തതാണ് ശ്രദ്ധ നേടാനുള്ള ശ്രമം. ചുറ്റുമുള്ള ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുക, ഫണ്ണി എക്സ്പ്രഷൻസ് കാണിക്കുക. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അവർ പല മാർഗങ്ങളും കാണിക്കും.
ഇനി 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടിയിലെ ഡെവലപ്മെന്റ് നോക്കാം. ഈ ഒരു ഏജിൽ മാനസിക വളർച്ച വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ദേ ബിഗിൻ ടു എക്സ്പ്രസ് എ വൈഡ് റേഞ്ച് ഓഫ് ഫീലിംഗ്സ്, ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്, ഫ്രസ്ട്രേഷൻ, ആങ്കർ ആൻഡ് ഈവൻ സാഡ്നെസ്. അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള ടെമ്പർ ടാൻട്രംസും വളരെ സാധാരണമായ കാര്യമാണ്. നമുക്ക് ചിലപ്പം കുട്ടി മോശമായിട്ടാണ് പെരുമാറുന്നത്, കുട്ടിക്ക് പെരുമാറാൻ അറിയത്തില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടാവാം. പക്ഷെ അത് ശരിയല്ല. They are not being naughty. They are just testing boundaries and trying to manage emotions that feel too big for them. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ കാണുന്ന മറ്റൊന്നാണ് സെൽഫ് സൂത്തിങ് എന്നുള്ളത്. അവരുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടം പിടിച്ചു നിൽക്കുക, വിരലുകൾ സക്ക് ചെയ്യുക, അല്ലെ അവർക്കൊരു കംഫോർട്ടിന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് ഓടി വരിക, നമ്മളോട് ചേർന്ന് നിൽക്കുക എന്നിവ. മറ്റൊന്നാണ് സെൽഫ് അവെയർനെസ്. They begin to understand that they are separate individuals. അതുകൊണ്ടാണ് കുട്ടിക്ക് ഒരു പാരന്റിനേക്കാൾ മറ്റൊരു പാരന്റിനോട് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നത്. ആൻഡ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. ഇനി സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏജിൽ, അതായത് 1 വയസ്സിനും 2 വയസ്സിനും ഇടയിൽ കുട്ടികൾക്ക് മറ്റു കുട്ടികളോടുള്ളൊരു താല്പര്യം കൂടി വരും. എന്നാൽ മോസ്റ്റ് ഓഫ് ദി ടൈം മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്നതിനേക്കഴിഞ്ഞും കൂടുതൽ അവരവരുടെ അടുത്തിരുന്ന് പരസ്പരം അവരുടേതായ കളികളിൽ ഏർപ്പെടാനാണ് താല്പര്യം കൂടുതൽ കാണിക്കുക. ആൻഡ് ദിസ് ഇസ് കോൾഡ് പാരലൽ പ്ലേ. അതായത് കുട്ടികൾ അടുത്തിരുന്ന് സിമിലർ ടോയ്സ് ആയിട്ട് കളിക്കും, ബട്ട് ഇന്ററാക്ട് ചെയ്യത്തില്ല. അവര് അവരുടേതായ സെപ്പറേറ്റ് ആക്ടിവിറ്റീസിലായിരിക്കും ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ഏജിൽ അവർ പീക്കബൂ പോലുള്ള ചെറിയ സോഷ്യൽ ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഇത് കുട്ടികളിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ ടേൺ ടേക്കിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ടൈമിൽ ഷെയറിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കുട്ടികൾക്ക്. അവരുടെ ടോയ്സ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് മടി കാണിക്കും. പക്ഷെ അത് ഈ ഏജിൽ തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ദേ ആർ സ്റ്റിൽ ലേണിംഗ് ഓണർഷിപ്പ്, വെയിറ്റിംഗ് ആൻഡ് ഇമോഷണൽ കൺട്രോൾ. അനദർ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഈസ് സീക്കിംഗ് ഇൻഡിപെൻഡൻസ്. അതായത് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തനിയെ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം അവർക്ക് വരും. ബട്ട് ദേ സ്റ്റിൽ ലുക്ക് ബാക്ക് ടു മേക്ക് ഷുവർ യു ആർ ക്ലോസ് ബൈ. ഇങ്ങനെയാണ് അവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും തോട്ട്സും ഇമോഷൻസും ഒക്കെ ഉണ്ടെന്ന് അവർ മെല്ലെ മനസ്സിലാക്കി തുടങ്ങും. ഇനി നമുക്ക് 2 to 3 ഇയേഴ്സിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് വരുന്നത് നോക്കാം. കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന അത്ഭുതകരമായ സ്റ്റേജാണിത്. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ അവരുടെ ഇമോഷൻസ് കൂടുതൽ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കും. എനിക്ക് ദേഷ്യം വരുന്നു, പേടിയാണ്, ഐ എം ഹാപ്പി, ഇതെല്ലാം വാക്കുകളിൽ പറയാൻ തുടങ്ങും. പക്ഷേ അവർക്ക് അവരുടെ ഇമോഷൻസ് നെയിം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും they still cannot control their big emotions. So crying, shouting or melting down when things don't go their way is a normal part of their age. അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ റൂട്ടീൻസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതവരെ അപ്സെറ്റ് ആക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ഏജിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പാരലൽ പ്ലേ മാറി അസോസിയേറ്റീവ് പ്ലേ സ്റ്റാർട്ട് ചെയ്യും. അതായത് മറ്റു കുട്ടികളുടെ കൂടെ ഇരിക്കാനും കൂടെ കളിക്കാനും ഒക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഈ ഏജിലും ഷെയറിങ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 3.4 ഇയേഴ്സ് to 5 ഇയേഴ്സ് ആകുമ്പോഴേക്കുമാണ് ഷെയറിങ് കൂടുതൽ സ്ഥിരമാകുന്നത്. പിന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇമാജിനേഷൻ വളരുന്നു, പ്രിറ്റൻഡ് പ്ലേ ചെയ്യുന്നു. ഇവയെല്ലാം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന പ്രധാന അവസരങ്ങളാണ്. ഈ ഏജിൽ എമ്പതി കുറേയും കൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പം മറ്റുള്ളവർക്ക് വേദന വരിക അല്ലെങ്കിൽ മറ്റുള്ളവർ കരയൊക്കെ ചെയ്യുമ്പം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ടോയ്സ് ഷെയർ ചെയ്യുക, ആർ യു ഓക്കെ എന്ന് ചോദിക്കുക, ഇതൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ ഇൻഡിപെൻഡൻസ് ഏറ്റവും ശക്തമായി തോന്നുന്ന പ്രായവും ഇത് തന്നെയാണ്. സ്വയം ഭക്ഷണം കഴിക്കണം, സ്വയം വസ്ത്രം ധരിക്കണം, തൻ്റെ കാര്യങ്ങളൊക്കെ സ്വയം തിരഞ്ഞെടുക്കണം എന്നീ ആഗ്രഹങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. ഇതെല്ലാം അവരുടെ കോൺഫിഡൻസും ഐഡന്റിറ്റിയും ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനി എപ്പോഴാണ് പാരന്റ് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ പറ്റി കൺസേൺഡ് ആവേണ്ടതെന്ന് നമുക്ക് നോക്കാം. എവറി ചൈൽഡ് ഡെവലപ്പ് അറ്റ് ദെയർ ഓൺ പേസ്. സോ ചെറിയ ഡിഫറൻസ് ഒക്കെ സാധാരണമാണ്. പക്ഷേ ചില സയൻസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് തീർച്ചയായിട്ടും നമ്മൾ എക്സ്ട്രാ ഒരു സപ്പോർട്ട് നൽകണം. 2 മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കുട്ടി ഇനി ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം എത്രയും പെട്ടെന്ന് തേടണം. ഇതിൽ ഒന്നാമത്തെ സൈനാണ് ഒരുപാട് സമയത്തേക്ക് ടാൻട്രംസ് നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപാട് തവണ കുട്ടി ടാൻട്രംസ് കാണിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് അപ്സെറ്റ് ആവുക, പിന്നീട് കാം ആവാൻ ഒരുപാട് സമയം എടുക്കുക എന്നുള്ളത്. മൂന്നാമത്തേതാണ് സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് പോലുള്ള വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് വളരെ കുറച്ച് മാത്രം കാണിക്കുന്നത്. മറ്റൊന്നാണ് കുട്ടി അപ്സെറ്റ് ആയിട്ടും
ഒരു കംഫർട്ടിന് വേണ്ടി കെയർ ഗീവേഴ്സിന്റെ സഹായം തേടാതിരിക്കുന്നത്. ഓർ പുഷസ് കെയർ ഗീവേഴ്സ് എവേ ഓൾ ദ ടൈം. ഇനി നമുക്ക് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിന് പാരൻസിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് എൻകറേജ് എക്സ്പ്ലോറേഷൻ. അതായത് ചുറ്റുപാടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും കുട്ടിയെ അനുവദിക്കുക. പക്ഷെ നിങ്ങൾ അടുത്തുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. പിന്നെ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുക. അവരുടെ എഫേർട്ടിനെ പ്രേസ് ചെയ്യുക. അത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്നാണ്, കുട്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ അവർക്കൊരു മാതൃകയായിട്ട് ചെയ്ത് കാണിക്കുക. പ്ലീസ്, താങ്ക് യു, സോറി പോലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് അവരോട് സംസാരിക്കുക. നമ്മുടെ ഫീലിങ്സ് എന്താണെന്നും അവരോട് ഉച്ചത്തിൽ പറയുക. ഞാൻ ഹാപ്പിയാണ്, ഞാൻ കുറച്ച് അപ്സെറ്റാണ്, സാഡാണ്, പക്ഷെ ഞാനിപ്പോൾ ഓക്കെ ആവും, ഞാൻ കാം ഡൗൺ ആവും. ഇത് കുട്ടികളെ അവരുടെ ഇമോഷൻസ് ലേബൽ ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്നാണ് സെറ്റ് ക്ലിയർ ആൻഡ് ജെന്റിൽ ബൗണ്ടറീസ്. ഇപ്പോൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ അത് ശാന്തമായിട്ട് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ കോൺസിക്വൻസസ് കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദിസ് ടീച്ചസ് ദം കോസ് ആൻഡ് എഫക്റ്റ് ആൻഡ് ഹെൽപ്പ് ദം ഫീൽ സേഫ്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, എൻകറേജ് ഡെവലപ്മെൻറ്റ് ത്രൂ പ്ലേ. അതായത് കുട്ടികൾ കളിക്കുമ്പോൾ കൂടെ കൂടുക, അവരുടെ ജസ്റ്റേഴ്സിന് റെസ്പോൺസ് കൊടുക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. ദിസ് ഷോസ് ദം ദേ ആർ വാല്യൂഡ്. കൂടാതെ നിങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ട് കൂട്ടുകയും അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും.